ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന ചില വ്യക്തികൾക്ക് നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്ന് കാണാം. നിങ്ങളുടെ പേര് പലപ്പോഴും അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സംഭാഷണത്തിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസിനെ അവർ ഈ ഒരു സമയത്ത് ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് ഈ ഒരു വ്യക്തികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴോ ഒക്കെ അസാധാരണമായിട്ടുള്ളൊരു ശക്തി അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എനർജി വളരെയധികം ശാന്തമാണെങ്കിലും അല്ലെങ്കിൽ വളരെയധികം പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വളരെ പവർഫുൾ ആണ് എന്ന് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ ആർക്കും കഴിയില്ല എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വളരെയധികം ശാന്തമായിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു നിശബ്ദത പോലും ആർക്കും അവഗണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് നിങ്ങൾ ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു എനർജി പലരെയും ആകർഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഈ വ്യക്തിക്ക് ഒരു സേഫ്റ്റിയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസും ഒക്കെ ഇൻഡയറക്റ്റ്ലിയും ഡയറക്റ്റ്ലിയും ഒക്കെ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് ചില വ്യക്തികൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു അദൃശ്യ ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പലരോടും ഇവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അത് ഇതിനകം ഫീൽ ചെയ്യുന്നുണ്ട്, തോന്നിയിട്ടുണ്ട്. ആ ശക്തിയാണ് നിങ്ങളെ വഴി നടത്തുന്നത് എന്ന് ഇവരാരോടൊക്കെയോ പറയുന്നുണ്ട്. കാരണം അത്രയധികം കഠിനമായ ഘട്ടത്തിൽ കൂടി നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടും നിങ്ങൾക്കായിട്ട് പല വാതിലുകളും അതിനുശേഷം തുറന്നു കിട്ടിയത് ഇവർ ശ്രദ്ധിച്ചു. അതായത് മറ്റു പലർക്കും അടഞ്ഞുപോയ വാതിലുകൾക്കിടയിലും നിങ്ങൾക്കായിട്ട് അപ്രതീക്ഷമായി അവസരങ്ങൾ തുറക്കുന്നതായിട്ട് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളെ തളർത്താനായിട്ട് ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ തളർത്താനായിട്ട് ഒരുക്കിയ സാഹചര്യങ്ങളിൽ പോലും ആ ഒരു സാഹചര്യങ്ങൾ പോലും ഒടുവിൽ നിങ്ങൾക്ക് ഒരു വളർച്ചയ്ക്ക് കാരണമാവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ അവസരങ്ങൾ വരുന്നതിന് കാരണമാവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തുന്നതിന് ഒരു കാരണമാവുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളെക്കാൾ ആദ്യം ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് ചുറ്റും നിന്നിരുന്ന ചില വ്യക്തികളായിരുന്നു. അതാണ് അവരെ ഇന്ന് പെടുത്തുന്നതും. ഡിവൈനിൽ നിന്നുള്ള ഈ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഈ ഒരു ഫേവറേറ്റിസം തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പലരും നിങ്ങളെ നിശബ്ദമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പരാജയപ്പെടുമെന്ന് അവർ പലപ്പോഴും കരുതിയിരുന്നു. കാരണം അത്രയധികം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെയും അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോയത് അവരെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. നിങ്ങളിലേക്ക് വന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്കുള്ള അവസരങ്ങളാക്കിയാണ് നിങ്ങൾ മാറ്റിയത്. ഓരോ തടസ്സങ്ങളും തളർത്തലും നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്ന ഒരു ലെസൺ ആയിട്ടാണ് മാറിയത്. കാരണം ഒരു സമയത്ത് നിങ്ങളുടെ സോളിനെ പോലും തളർത്തുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ഒരുപാട് ഡ്രെയിൻഡ് ആക്കിയിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം, ആ ഒരു തളർത്തലിൽ നിന്നെല്ലാം നിങ്ങൾ കൂടുതൽ ശക്തനാക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള ഒരു ലെസൺ ആക്കിയാണ് നിങ്ങൾ മാറ്റിയത്. ആ ഒരു രീതിയിൽ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ കാര്യങ്ങളെ എടുത്തത്. കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ചില വ്യക്തികൾ നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴും അതൊക്കെ നിങ്ങളെ തളർത്തിയെങ്കിൽ പോലും, ശരിയാണ് നിങ്ങളെ തളർത്തിയിരുന്നു, എന്നാൽ നിങ്ങളെ തളർത്തിയെങ്കിൽ പോലും മുന്നോട്ട് നീങ്ങുന്നതിൽ നിന്നും നിങ്ങൾ ഒരിക്കലും പിന്മാറിയില്ല. മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങൾ ഒരിക്കലും നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും സംശയിച്ചവരുടെ മനസ്സിലും ഇന്ന് നിങ്ങളോട് ബഹുമാനമാണുള്ളത്.
ചില വ്യക്തികളുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ സംശയിച്ച, നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല, നിങ്ങളല്ല ശരി എന്നൊക്കെ സംശയിച്ചിരുന്ന, നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ സ്വഭാവത്തെ ഒക്കെ സംശയിച്ചിരുന്ന ചില വ്യക്തികൾക്ക് പോലും ഇന്ന് നിങ്ങളോട് ബഹുമാനമാണുള്ളത്. അവരുടെ മനസ്സിൽ ഇന്ന് നിങ്ങളോട് ബഹുമാനമാണുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു തർക്കങ്ങളിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലോ ഒന്നും ഇടപെടുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശാന്തമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ എന്നും ആഗ്രഹിച്ചത്. നിങ്ങൾ മറ്റുള്ളവരോട് എപ്പോഴും കരുണയോടും ആത്മാർത്ഥതയോടും കൂടെയാണ് പെരുമാറിയത്. സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് പോലും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്ത ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ ഉദ്ദേശങ്ങളെ പോലും ചില വ്യക്തികൾ ഒരിക്കൽ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എല്ലാം സത്യസന്ധമാണെന്നും ആത്മാർത്ഥത ഉള്ളതായിരുന്നുവെന്നും മറ്റുള്ളവർ ഇന്ന് മനസ്സിലാക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ മറ്റുള്ളവരുടെ ഡ്രാമയെ ഒന്നും തന്നെ ഇന്ന് പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഒരിക്കൽ അവരുടെ ഡ്രാമ, അവരുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചിരുന്നു. ഇന്ന് അവരെ അതിനൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരെന്തോ ആയിക്കോട്ടെ, എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുള്ളത്. അതും ഈ വ്യക്തികൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയവർ നിങ്ങളുടെ സ്വഭാവത്തെയും രീതികളെയും മനസ്സിലാക്കിയ വ്യക്തികളാണ്. നിങ്ങളെന്നും സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഒരു സത്യസന്ധയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുൻഗണന. അതിനാണ് നിങ്ങൾ ഇന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റിയിലും നിങ്ങൾ ഇന്ന് ഇടപെടാൻ പോകുന്നില്ല. ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളെ മാറ്റി നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരുപാട് മെച്ചോർഡാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ഒരുപാട് മെച്യൂരിറ്റി ഇന്ന് നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ. ഇതൊക്കെ കൊണ്ടാണ് ചില വ്യക്തികൾക്ക് നിങ്ങളിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതായത് നടക്കില്ല എന്ന് തോന്നിയ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരു വിജയമായിട്ട് മാറുന്നത്, സമയമെടുത്താലും അതെല്ലാം ഒരു വിജയമായിട്ട് മാറുന്നത് ഈ വ്യക്തികൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കണ്ടിട്ടുണ്ട്. ഒരു വഴിയുമില്ലെന്ന് അവർക്ക് തോന്നിയ, അല്ലെങ്കിൽ നിങ്ങൾക്കും തോന്നിയ സമയത്ത് പോലും പുതിയ വാതിലുകൾ തുറന്നത് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ പോലും വീണ്ടും ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഹോപ്പ് നിങ്ങളിലേക്ക് വന്നത് അവർ കണ്ടിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ഒരു കാര്യം പറയുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് എനർജി ഒക്കെ തോന്നുന്നത്. കാരണം നിങ്ങളതൊക്കെ നേടിയെടുത്തു, അല്ലെങ്കിൽ നിങ്ങളതൊക്കെ തരണം ചെയ്തു. എത്രയൊക്കെ സാഹചര്യങ്ങൾ മുൻപിൽ വന്നപ്പോഴും അതൊക്കെ അതിജീവിച്ചു പോയി എന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ അവരിപ്പോൾ നടത്താനുള്ള കാരണം ഇതാണ്. നിങ്ങളെ കണ്ടുകൊണ്ട് അവർ വിലപ്പെട്ട ചില ജീവിത സത്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ദയ ഒരിക്കലും ഒരു ദൗർബല്യമായിരുന്നില്ല. നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ആ ഒരു ഹൈ ക്വാളിറ്റി ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം, അതിനൊക്കെ എപ്പോഴും വിലയുണ്ട്. അറിയേണ്ട വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയ വ്യക്തികൾ നിങ്ങൾക്ക് അതിൽ വില നൽകുന്നുമുണ്ട്. ആ ഒരു സ്വഭാവത്തിന്, ആ ഒരു സത്യസന്ധതയ്ക്ക്, ആ ഒരു ദയയ്ക്ക് ഒക്കെ അവർ വില നൽകുന്നുണ്ടെന്ന്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡിവൈനിലുള്ള അല്ലെങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത്രയും കുലുങ്ങാത്ത ഒന്നായിരുന്നു. അതായത് അത്രയും വലിയൊരു വിശ്വാസമായിരുന്നു. നിങ്ങൾ കടന്നുപോയ ഓരോ ഘട്ടവും പല ആൾക്കാരും ശ്രദ്ധിച്ചിരുന്നു. കാരണം നിങ്ങൾ ആ ഒരു ദുഃഖത്തിലും ഒക്കെ ആയിരുന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റും നിന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളോ മോശം പറഞ്ഞ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾക്കെതിരെ പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച വ്യക്തികളെ നിങ്ങൾ ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങളെ ഇങ്ങനെയുള്ള ചില വ്യക്തികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പല വ്യക്തികളും, ഈവൻ നിങ്ങളെ മോശം പറഞ്ഞ വ്യക്തികൾ പോലും നിങ്ങളെ ബഹുമാനിക്കുന്നത് ഒരിക്കലും നിങ്ങളോട് എന്തെങ്കിലും ഭയപ്പെട്ടിട്ടോ ഒന്നുമല്ല. അവർ നിങ്ങളുടെ ആ ഒരു മെച്യൂർഡായിട്ടുള്ള ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു അറിവ് ഒക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതയാത്രയും നിങ്ങൾ അതിജീവിച്ച ആ ഒരു വെല്ലുവിളികളും ഒക്കെയും അവർ നേരിട്ട് കണ്ട വ്യക്തികളാണ്.
അതായത് നിങ്ങൾ ഇത്രയധികം പ്രതിസന്ധികളിൽ വന്നിട്ടും തളരാതെ മുന്നേറുന്ന നിങ്ങളുടെ ആ ഒരു കരുത്തിനെയൊക്കെ അവർ ബഹുമാനിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയും അവരുടെ സംസാര വിഷയമാണിന്ന്. പല വ്യക്തികളോടും അവർ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ ഹൃദയവും നന്മ നിറഞ്ഞ നിങ്ങളുടെ ആ ഒരു മനസ്സും ആത്മാർത്ഥതയും ഒക്കെ അവർ ഇന്ന് വളരെയധികം വിലമതിക്കുന്നതായിട്ട് കാണാം. മുൻപത്തേക്കാൾ അവർ ഇന്ന് നിങ്ങളുടെ യഥാർത്ഥ വില മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നിങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും സഹായിക്കുന്ന അത്രയധികം കൈൻഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആണ് എന്നാണ് അവർ പറയുന്നത്. ആരുടെ വിജയത്തിലും നിങ്ങൾ അസൂയപ്പെടാറില്ല. നിങ്ങളങ്ങനെ അസൂയപ്പെട്ട് ആരും കണ്ടിട്ടില്ല. പലപ്പോഴും പല വ്യക്തികളും മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ സ്വഭാവത്തെ. നിങ്ങൾ അസൂയയുള്ള അല്ലെങ്കിൽ നിങ്ങൾ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യം കാണുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്ര മുഴുവൻ നോക്കിക്കണ്ട ഇതുപോലുള്ള ചില വ്യക്തികൾക്ക് ആ സത്യം അറിയാം. നിങ്ങൾ ആരുടെ വിജയത്തിലും അസൂയപ്പെടാത്ത അല്ലെങ്കിൽ അവരുടെ വിജയങ്ങളിൽ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ പോലും ഹൃദയം തുറന്ന് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ആ ഒരു അറിവും അനുഭവവും ഒക്കെ നിങ്ങൾ മടിയില്ലാതെ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നിങ്ങളിൽ പലരും പല ആൾക്കാർക്കും ഒരു ഹീലറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രയധികം അറിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ അനുഭവങ്ങളിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവ് വളരെയധികം സത്യസന്ധതയും ഉള്ളതും അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുമാണ്. നല്ല അറിവുകളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ അറിവുകൾ കാരണം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. വീണു പോയവരെ ഉയർത്തിപ്പിടിക്കാനാണ് നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു നല്ല മനസ്സും നിങ്ങളുടെ ആളുകളോടുള്ള ആ ഒരു നിഷ്കളങ്കമായുള്ള സ്നേഹവും ഒക്കെ ഒരു അടയാളമായിട്ട് ഇന്നും നിൽക്കുകയാണ്, എന്നും നിൽക്കും. കാരണം അത് നിങ്ങളുടെ സ്വഭാവമാണ്. ആ ഒരു സ്വഭാവത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല. കുറച്ച് നാളത്തേക്ക് ഒരു ഡീഫെയിം ചെയ്ത് മോശമാക്കി ആരോടെങ്കിലുമൊക്കെ പറയാൻ സാധിച്ചേക്കാം. പക്ഷേ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതൊന്നും നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതല്ല. നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവമാണ്, അത് നമ്മുടേത് മാത്രമാണ്. അത് എത്രയൊക്കെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്താലും അത് മാറില്ല. കാരണം ഒരു വ്യക്തിക്ക് നല്ലതായിട്ട് ഒരുപാട് നാൾ അഭിനയിക്കാൻ സാധിക്കുമോ? ഇല്ല. എപ്പോഴായാലും നമ്മുടെ സ്വഭാവം പുറത്തു വരുമെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം ഇതാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കിയതുപോലെ തന്നെ നിങ്ങളെ മോശമായി ചിത്രീകരിച്ചവരുടെ സ്വഭാവം അതാണ് അല്ലെങ്കിൽ ആ മോശമാണ് എന്നുള്ളത് ഈ ചില വ്യക്തികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് അഭിനയിക്കാൻ കഴിയില്ല ഒരുപാട് നാൾ. ചില നാൾ നമുക്ക് അഭിനയിക്കാൻ കഴിയും, 1 2 അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞേക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരില്ലേ? ഒരാളെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആളോടും നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെയും വീണ്ടും വേദനിപ്പിക്കും. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളായിരുന്നു ശരി, നിങ്ങളാണ് ശരി എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തതെല്ലാം നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്, അല്ലാതെ നിങ്ങൾക്കാരും തന്നതല്ല. പിന്നെ നിങ്ങളുടെ ഡിവൈനിലുള്ള അടിയുറച്ച വിശ്വാസവും നിങ്ങളിലുള്ള വിശ്വാസവും നിങ്ങൾ നേടിയെടുത്തത് തന്നെയാണ്. സർവശക്തൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.